നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ രണ്ട് രീതിയിൽ പ്രോബ്ലം വരാം. ഒന്ന് ട്രയൽ ബാലൻസ് ക്വസ്റ്റ്യനിൽ തരും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തെ വെച്ചാൽ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരും, അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അതും രണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ എന്തെല്ലാന്ന്, ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ഒന്ന് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മക്കളെ, നമുക്കിവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമുക്ക് അറിയണ്ടാവില്ല. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഈ കൊല്ലത്തെ റെസീപ്റ്റും ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചേഴ്സും മാത്രമേ ഉണ്ടാവും. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ അസറ്റ്സും ലയബിലിറ്റീസിനെ കുറിച്ചൊന്നും അറിയില്ല. അതറിയണമെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രോബ്ലം ചെയ്യുന്നത്. ഒന്ന്. അടുത്ത പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലേ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ മിനിമം വരുന്ന 4 ട്രാൻസാക്ഷൻസ് ആണ്. മിനിമം വരുന്ന 4 ട്രാൻസാക്ഷൻ. ഇതിനെക്കാട്ടിയും കൂടുമെന്ന് ചോദിച്ചാൽ കൂടും. ജനറലി 4 ട്രാൻസാക്ഷൻസ് ആകുന്നത് എന്തെല്ലാന്ന് വെച്ചാൽ, ഒന്ന് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ 2 ബാലൻസ് ക്യാരി ഡൗൺ, ഇതാണ് 2 ട്രാൻസാക്ഷൻസ്. ഓക്കെ, 2 ബാലൻസ് ബ്രോട്ട് ഡൗൺ, 2 ബാലൻസ് ക്യാരി ഡൗൺ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഇതാണ് 2 കാര്യങ്ങൾ ഓൾറെഡി തരുന്നത്. അതിന് പുറമെ നമുക്ക് തരുന്നത് ക്രെഡിറ്റേഴ്സ് എപ്പോൾ ഉണ്ടാവുക, പേർച്ചേസ് ചെയ്യും. ഓക്കെ, ജേർണൽ എൻട്രി എന്താ പറയുന്നത്, പേർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റേഴ്സ് ബൈ പർച്ചേസ്. ഓക്കെ, ഈ ട്രാൻസാക്ഷനും ഉണ്ടാവും. അതേപോലെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതും എവിടെ വരും, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരും. ഓക്കെ, മക്കളെ മനസ്സിലാക്കേണ്ടത് മിനിമം ഈ 4 ട്രാൻസാക്ഷൻസ് ആണ് എവിടെ വരാം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരാം. ഞാൻ ഇത് എന്തിനാ പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ പേർച്ചേസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പേർച്ചേസ് കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗണും 2 ബാലൻസ് ക്യാരി ഡൗണും തന്നിട്ടുണ്ടാവും. പറയുന്നത് മനസ്സിലാകുന്നില്ല മക്കളെ? എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് എത്രയാണ്, ചിലപ്പോൾ എത്രയാണ് പർച്ചേസ് ചെയ്ത്, അങ്ങനെ അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിനാ ഇത് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ആവശ്യമുണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ലല്ല. പർച്ചേസ് എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചറാണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ അല്ല. ഓക്കെ, കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്തത് എന്താന്ന് വെച്ചോ, ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, purchase of goods, closing stock of goods, sales. Sir, not for profit organization എവിടെ അങ്ങനെ സെയിൽസ് എല്ലാം വരാം. അതായത് ക്ലബിൽ എന്തെന്ന്, ഒരു ക്ലബിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാൻറ്റീൻ നമ്മൾ ക്യാൻറ്റീന് സെറ്റപ്പ് ചെയ്യും. ആ ക്യാൻറ്റീനിന്ന് മെമ്പേഴ്സിന് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഗുഡ്സ് എടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനൊരു നോമിനൽ ഫീസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഐറ്റത്തിന് പുറത്ത് 20 രൂപയാണെങ്കിൽ അതിന് മെമ്പേഴ്സിന് അവിടുന്ന് കിട്ടുന്നത്, അവിടുത്തെ മെമ്പർ ആയതുകൊണ്ട് 18 രൂപ. 20 രൂപക്കാണ് അത് പുറത്തുനിന്ന് കിട്ടുക, പക്ഷെ മെമ്പർ ആയതുകൊണ്ട് ഇവിടുന്ന് എത്രക്ക് കിട്ടും, 18 രൂപ. ശരിക്കും അതിന്റെ പൈസ എത്രയേ ഉള്ളൂ, 17 രൂപയുള്ളൂ. എന്നാൽ 1 രൂപ ലാഭമുണ്ട് ആൾക്ക് ക്ലബിന്. പക്ഷെ എന്നാൽ അത് വലിയ ലാഭമൊന്നുമല്ല, അത് ജസ്റ്റ് എന്തിനാ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ബൈ ചാൻസ് അതായത് ക്ലബ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്യാൻറ്റീനോ വോട്ടവർ എന്തെങ്കിലും അവരെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുള്ളിൽ ചെറിയ രീതിയിലൊരു ട്രേഡിംഗ് നടത്തുന്നുണ്ടെങ്കിൽ, അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, ടു സേർവ് ദെയർ മെമ്പേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 20 രൂപയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ 18 രൂപക്ക് ഇവർക്ക് ഈ ക്ലബിൽ നിന്ന് കിട്ടുമെങ്കിൽ ഇവർക്കും ലാഭമാണ്, ക്ലബിന് ലാഭമാണ്, രണ്ടാൾക്കും ലാഭമല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, അത് സാധാ ട്രേഡിംഗ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം, ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതിന്റെ ട്രേഡിംഗ് റിസൾട്ട് കാണിക്കണം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് ഇൻകം സൈഡ് കാണിക്കുക. നെറ്റ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ലാഭമാണെങ്കിൽ അത് ചെയ്യുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നഷ്ടമാണെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ലാഭമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലേ, അതേപോലെ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കും. ആ പ്രോഫിറ്റ് ഓർ ലോസ് മാത്രം നിങ്ങൾ എവിടെ കാണിച്ചാൽ മതി? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണിച്ചാൽ മതി. സർ, ഈ പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ ഒരു റഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തോ, എന്താ നിങ്ങളുടെ ഇഷ്ടമുള്ള അത് പ്രിപ്പയർ ചെയ്യും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓക്കെ, ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്താ പറയുന്നത് വെച്ചാല് പ്രോബ്ലം എങ്ങനെ ചെയ്യണം. ഓക്കെ, ഒന്ന്. രണ്ടാമത്തത് നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കണം. മൂന്നാമത്തത് സോറി നെക്സ്റ്റ് എന്താ ഞാൻ പറയാൻ വെച്ചതെന്ന് വെച്ചാല്, അതായത് നമ്മുടെ ക്ലബിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്നാക്സ് ഉണ്ട്, പർച്ചേസ് ഓഫ് സ്നാക്സ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്നാക്സ് ഉണ്ട്. അതായത് ഒന്നുമില്ല, നമ്മുടെ ക്ലബിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു വെക്കുന്നുണ്ട്, വാട്ട് എവർ മേ ബി. ഓക്കെ, എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു വെക്കുന്നുണ്ട്, അത് ഓൾറെഡി ബാക്കി ഉണ്ടാവും. കുറച്ച് ബാക്കി ഉണ്ടാകുന്നതിനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നെല്ലാം പറയുന്നത്. ഇപ്പോ നമ്മുടെ കയ്യിൽ ഓൾറെഡി 100 റുപ്പീസിന്റെ സ്നാക്സ് ഉണ്ട്, 20 റുപ്പീസിന്റെ സ്നാക്സ് നമ്മൾ വാങ്ങിച്ചു, ബാക്കി 70 റുപ്പീസിന്റെ സ്നാക്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെലവായിട്ട് എത്ര കാണിക്കണം, നമുക്ക് അസറ്റ് ആയിട്ട് എത്ര കാണിക്കണം, ഇതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായിക്കോ. 100 രൂപന്റെ സ്നാക്സ് ഉണ്ട്, 20 രൂപന്റെ കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ 120 രൂപന്റെ സ്നാക്സ് വേണം നമ്മുടെ കയ്യിൽ. പക്ഷെ എത്രയോ ബാക്കിയുള്ളത്? 70 രൂപന്റെ സ്നാക്സ് ബാക്കിയുള്ളത്. അതായത് 50 രൂപ നമ്മൾ ഉപയോഗിച്ചു എന്നാ പറയും, അല്ലെങ്കിൽ വിറ്റു എന്നാ പറയും. പക്ഷെ വിൽക്കുന്ന കേസ് ഇവിടെ വരുന്നില്ല. വിൽക്കുന്ന കേസ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് നമ്മുടെ മെമ്പേഴ്സിന് ഇത് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് നമ്മളെ മെമ്പേഴ്സിന് ഇത് കൊടുക്കുന്നത് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ലിമിറ്റ് ഉണ്ടാവും. വെച്ച് വാരി കൂട്ടല്ല, ഓരോരാൾക്ക് ഒരു പാക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, വട്ടവ മേ ബി. ഓക്കെ, എന്നാൽ ഞാൻ പറയുന്നത് വെച്ചാല് 100 രൂപയാണോ 20 രൂപയാണോ അല്ലെങ്കിൽ 70 രൂപയാണോ നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 190 രൂപയാണോ നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, എത്രയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ പർച്ചേസ് ആഡ് ചെയ്യാം. 120 രൂപ നമ്മൾ 120 രൂപന്റെ സ്നാക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 70 രൂപന്റെ സ്നാക്സ് നമ്മൾ ഉപയോഗിച്ചു. ബാക്കി എത്രയുള്ളത്? സോറി, 70 രൂപയാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ 50 രൂപന്റെ സ്നാക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അതിനാ പറയാ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. എന്താ പറയാ? മെറ്റീരിയൽ കൺസ്യൂംഡ്. മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഇതാണ് നമ്മുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ മക്കളെ. ഇതാണ് നമ്മുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 100 രൂപന്റെ സാധനം ഉണ്ട്. നമ്മൾ 20 രൂപന്റെ സ്നാക്സ് വാങ്ങിച്ചു. നമ്മുടെ കയ്യിൽ ഇപ്പൊ 120 രൂപന്റെ സ്നാക്സ് ഉണ്ട്. അതിൽ നിന്ന് ബാക്കിയായത് 70 രൂപന്റെ സ്നാക്സ്. ഓട്ടോമാറ്റിക് നമ്മൾ മനസ്സിലാക്കേണ്ടത് 120 രൂപന്റെ സ്നാക്സ് 70 രൂപ ആവണമെങ്കിൽ 50 രൂപ നമ്മൾ ഉപയോഗിച്ചു. അതാണ് നമ്മുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. അല്ലാതെ പർച്ചേസ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ അല്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ. ഈ 50 റുപ്പീസ് ആണ് നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്? മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്തത്. മക്കളെ, ഇവിടെ നമ്മൾ ട്രേഡിങ്ങിന്റെ അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മളിവിടെ നെറ്റ് എമൗണ്ട് കാണിക്കും. 50 റുപ്പീസ് മാത്രമേ കാണിക്കണ്ടൂ. ഓക്കെ, നിങ്ങൾ ചില ആൾ വിചാരിക്കും സർ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ കാണിച്ചതിന് ഓട്ടോമാറ്റിക് എങ്ങനെ ഇവിടെ 70 രൂപ, ഇവിടെ 100 രൂപ, ഇവിടെ 20 രൂപ, നെറ്റ് എഫക്ട് 50 തന്നെയല്ലേ? ശരിയല്ലേ? ആ ശരിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ടെന്നാ പറയുന്നത്. കാരണം ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ല നടക്കുന്നത്. നിങ്ങൾ അതെന്ത് ചെയ്യുക? വർക്കിംഗ് നോട്ടായിട്ട് കണ്ടുപിടിക്കുക. എത്രയാണ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. കാരണം മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് മാത്രം നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞ കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ മതി?
ഒരാളെ കയ്യിൽ 20 രൂപന്റെ സാധനം ഉണ്ട്, അതിന്റെ കൂടെ 100 രൂപന്റെ സാധനം വാങ്ങിച്ചു, 120 രൂപന്റെ സാധനം ഓൾറെഡി ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഇയർ എൻഡ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെ 70 രൂപന്റെ സാധനം ഉള്ളൂ. കാരണം 50 രൂപ നമ്മൾ ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യാന്നാണ്, യൂസ് ചെയ്തതാണ്. അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ജനറലി റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വരുന്ന ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ബാലൻസ് നിങ്ങൾ ടാലി ആവില്ല. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാലി ആവില്ല. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടാലി ആവില്ല. അതായത് ടാലി ആവാത്ത ബാലൻസിങ് ഫിഗർ ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അസറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 30,000 എന്ന് വിചാരിക്കും. ഓക്കെ, ലയബിലിറ്റി സൈഡ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്നിട്ട് ഒരു 1000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കും, വേറെ ഒന്നുമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഫിഗർ കിട്ടുന്നതാണ് എന്ത്? ക്യാപിറ്റൽ ഫണ്ട്. അതായത് 29,000 ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, പിന്നെ വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 വായിക്കാം. ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ എല്ലാവരും. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഇൻ ഹാൻഡ് 8,000. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇൻകം ആണ്, റിസീപ്റ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം. ഡൊണേഷൻ 15,000. റേസ്ഡ് ഫോർ മീറ്റിംഗ് റവന്യൂ എക്സ്പെൻഡിച്ചർ. മക്കളെ, റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊണേഷൻ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് അത് ജനറൽ ഡൊണേഷൻ ആണ്. ജനറൽ ഡൊണേഷൻ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. റവന്യൂ റെസിപ്റ്റ് ആണ്, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ വേണമെങ്കിൽ. ഡൊണേഷൻ റേസ്ഡ് ഫോർ മീറ്റിംഗ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ്, സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, പിന്നെ അടുത്ത ഐറ്റം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് 9% per annum. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് എത്രയാണ്? 9,000 rupees ആണ് കിട്ടിയത്. ഓക്കെ, വേറെ ഒന്നും പറയുന്നില്ല. പേയ്മെന്റ് ഫോർ മെഡിസിൻ സപ്ലൈ, പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് മെഡിസിൻ സപ്ലൈ ചെയ്ത ആൾക്ക്. ഓക്കെ, ആരോ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മൾ എന്ത് ചെയ്ത് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് 30,000 രൂപ. ഹോണറേറിയം ടു ഡോക്ടർ 10,000, സാലറീസ് 28,000, സൺട്രി എക്സ്പെൻസസ് 1,000. എക്യുപ്മെന്റ് പർച്ചേസ്, ഈക്വലം എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട് 15,000 രൂപ. ചാരിറ്റി ഷോ എക്സ്പെൻസസ് 1,500. ചാരിറ്റി ഷോ കളക്ഷൻസ് 12,500. ഇഫ് ഐ എം റൈറ്റ്, നിങ്ങൾ ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് കിട്ടിയത് മക്കളെ? ഒന്ന് പറഞ്ഞേ. ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഒരിക്കൽ വായിച്ചു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിച്ച പോലെ തന്നെ അടുത്തൊരു കാര്യം പഠിക്കാനുണ്ട്, അസറ്റ് അക്കൗണ്ട്. ഓക്കെ, അസറ്റ് അക്കൗണ്ട് ഇതേപോലെ മിനിമം 4 ട്രാൻസാക്ഷൻസ് ആണ് മെയിൻ ആയിട്ട്. ഒന്ന്, ടു ബാലൻസ് ബ്രോട്ട് ഓൺ, ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, രണ്ടാമത്തെ ബാലൻസ്. പിന്നെ അടുത്തത് ടു ക്യാഷ്, അസറ്റ് വാങ്ങിച്ചത്. അസറ്റ് വാങ്ങിക്കുമ്പോൾ ജേർണൽ അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇനി അടുത്ത വരുന്നത് എന്ന് വെച്ചാൽ ബൈ ഡിപ്രീസിയേഷൻ. ഓക്കെ, ബൈ ഡിപ്രീസിയേഷൻ. ഇതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള 4 ട്രാൻസാക്ഷൻസ്. ഇനി എക്സ്ട്രാ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബൈ ക്യാഷ്. സെയില് സ്പെസിഫിക് ആയിട്ട് പറയാൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സെയിൽ ചെയ്യുന്നുണ്ട് അവർ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറയണം. സെയിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മിനിമം നമുക്ക് ഉണ്ടാവുന്ന 4 ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഞാനിത് പറയാൻ കാരണം നമുക്ക് ഇതും ആവശ്യമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെർച്ചേസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പെർച്ചേസിനെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് എസ്യൂം ചെയ്യാം 0 ആണ്. കാരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പെർച്ചേസ് ഇല്ലെങ്കിൽ അത് 0 അല്ല. ഓക്കെ ആണോ മക്കളെ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു ഫോർമാറ്റ് വരച്ചു വെക്കാം. അത്യാവശ്യം നല്ലോണം സ്പേസ് കിട്ടും. സ്പേസ് കുറവാക്കണം, കാരണം സ്പേസ് ലാസ്റ്റ് കുറഞ്ഞതിന് വലിയ പ്രശ്നം. പിന്നെ ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വന്ന ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/12/2016. പിന്നെ അടുത്തത് എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന് എഴുതിക്കോ. ഓക്കെ, ക്ലോസിംഗ് എഴുതിക്കോ. രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/12/2000 whatever date may be. അതിന്റെ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് 3. പക്ഷെ ഇത് 3 പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പല വർക്കിംഗ് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ചിലപ്പോൾ നമ്മൾ പെർച്ചേസ് കണ്ടുപിടിക്കാനുണ്ടാവും,
ചിലപ്പോൾ നമ്മൾ പേയ്മെന്റ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ ഓരോ ഡീറ്റെയിൽസ് തരുന്നതിന് വെച്ച് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി ഇത് ചെയ്തതാണ്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാഷ് എന്ന് കാണിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കാം. ടു ബാലൻസ് ബ്രോഡ് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കാം. അപ്പം കാണിച്ചാൽ മതി. സർ ബാലൻസ് ഷീറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഓൺ പെർമനന്റ് ബേസ്ഡ് ഓർ ലിക്വിഡിറ്റി ബേസ്. മക്കളെ ഫസ്റ്റ് ശരിയാക്കുന്നിട്ട് പിന്നെ പെർമനന്റ് ലിക്വിഡിറ്റി നമുക്ക് ചിന്തിക്കാം. ഞാൻ അങ്ങനത്തെ ഫാക്കൽറ്റിയാണ്. ഫസ്റ്റ് നമുക്ക് ശരിയാക്കുക, എന്നിട്ട് പെർമനന്റ് ബേസും ലിക്വിഡിറ്റി ബേസും നമുക്ക് ചിന്തിക്കണം. നമ്മൾ ആ ഫ്ലോയിൽ പോകണം. ഒരു ഐറ്റം നമുക്ക് മിസ്സാൻ പറ്റില്ല. എപ്പം പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഐറ്റം ആണെങ്കിൽ ഇന്നർ കോളം, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ ഔട്ടർ കോളം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ ടൈം തരാം. 4:54 ആയി. ഓക്കെ, 4:54 ആയി. 5:36 അതൊന്നും വലിയ ഡീലല്ല. ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണം. ഇത് ചെയ്യാൻ പറ്റിക്കാൻ നമുക്ക് അടുത്ത എല്ലാ പ്രോബ്ലംസും പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഞങ്ങൾക്ക് ടൈം തരും. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്യും. മക്കളെ തെറ്റുന്നെല്ലാം വിട്ടേ നിങ്ങളെ മനസ്സിൽ കുറെ ഡൗട്ട് വരണം. ട്രൈ ചെയ്യാത്തവരും ഇവ റിഗ്രറ്റ് ചെയ്യും ഈ ഹാഫ് ആൻ അവർ കൊടുത്തിട്ട്. ഗ്യാരണ്ടിയാ. ട്രൈ ചെയ്യാം. കുറെ ഡൗട്ട് വരട്ടെ, ഡൗട്ട് ഇല്ലാതെ എഴുതി വെക്ക്. ഡൗട്ട് ലാസ്റ്റ് ക്ലിയർ ആകുന്നുണ്ടോ നോക്കിയാൽ മതി ഞാൻ പറയുമ്പോൾ. ഓക്കെ, പെട്ടെന്ന് ചെയ്യും. ഓക്കെ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 3 എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത പ്രകാരം നമുക്ക് 9,000 ബാലൻസ് ക്യാരിഡ് ഓൺ കിട്ടി. അത് ബാലൻസിങ് എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് എന്റെ സ്റ്റൈലാണ്. ഞാൻ ബാലൻസിങ് എമൗണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് കൊടുക്കും, എനിക്ക് മനസ്സിലാവാൻ വേണ്ടി. അത് എവിടെയായാലും ഏത് ചാപ്റ്റർ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. മക്കളെ ഒന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു. ഓക്കെ, നിങ്ങളും ഓൾറെഡി വായിച്ചതാണ്. ഓക്കെ, വായിക്കുന്നതിനനുസരിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുക, അത് നമ്മുടെ സ്റ്റൈൽ. ഓക്കെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ റെസിപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് നിങ്ങളുടെ ബുക്കിലുള്ളത് നോക്കിയോ, ഞാനിപ്പോ എന്റെ ബുക്കിലുള്ളത് നോക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് ബാലൻസ് ബ്രോട്ട് ആണ്. ബാലൻസ് ബ്രോട്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ആണ്. ഇവിടെ ഒന്നും പറയുന്നില്ലെങ്കിൽ ക്യാഷ് ആണ് ബാലൻസ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേ, ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ ലിക്വിഡിറ്റി അങ്ങനത്തെ കാര്യത്തിന് ഇപ്പൊ പ്രയോറിറ്റി തൽക്കാലം കൊടുക്കുന്നില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എപ്പോഴും അങ്ങനെ ചെയ്യണം എന്നല്ല, പ്രയോറിറ്റി കൊടുക്കണം. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് പറയാം, തൽക്കാലം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, ക്യാഷ് ഞാൻ എന്ത് ചെയ്തു, ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്തു. ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും ഒരു വട്ടം ട്രീറ്റ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ്മെന്റ് ഉള്ള കാര്യങ്ങളൊക്കെ 2 വട്ടം ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചു എല്ലാവരും. ക്യാഷ് ട്രീറ്റ് ചെയ്തു. ഞാൻ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് അറിയാം, അഡ്ജസ്റ്റ്മെന്റ് വായിച്ചപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ് നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇന്നർ കോപ്പി കാണിച്ചു, കാരണം അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ ഫോർ എന്തിനാണ്, ഡൊണേഷൻ റേസ്ഡ് ഫോർ മീറ്റിംഗ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത് കൊണ്ട് അത് നമ്മുടെ ഇൻകം ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഡൊണേഷൻ അത് ട്രീറ്റ് ചെയ്തു. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്ര എമൗണ്ട്, 9,000 rupees ഇൻകം ആണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റ് ചെയ്താൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് റിലേറ്റഡ് ആയിട്ട് ഹിഡൻ ആയിട്ടൊരു സംഭവമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടൂ. ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കിയാലും എവിടെയും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് അവർ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നത് 9% പറയാനും 9% പറയാനും. അതായത് അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഓപ്പണിംഗ് ഡേറ്റില് എന്നിട്ട് സർ എപ്പാ ഇൻവെസ്റ്റ് ചെയ്തേ,
എന്തായാലും ഈ കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലേ ഉണ്ട്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ കൊല്ലത്തെ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത്? 9,000 കിട്ടിയത്. സർ ഇൻട്രസ്റ്റ് ഫുള്ള് കിട്ടിയിട്ടുണ്ടാവോ? പകുതി ആയിരിക്കൂലേ കിട്ടിയിട്ടുണ്ടാവാം. അതൊന്നും നമ്മൾ ചിരിക്കണ്ട. പകുതി കിട്ടിയെങ്കിൽ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ത് പറയും? അതായത് ഇൻട്രസ്റ്റ് ഡ്യൂ ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് ഉണ്ട് നമ്മൾ പറയും. അതൊന്നും പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസ്യൂം ചെയ്യാനല്ല, മനസ്സിലാക്കണം. എസ്യൂം ചെയ്യലല്ല. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ഇൻട്രസ്റ്റ് കിട്ടൂല. ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഡ്യൂവിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഫുൾ എമൗണ്ട് റിസീവ്ഡ് എന്നാ പറയുന്നത്. ഫുൾ എമൗണ്ട് റിസീവ്ഡ് എന്നല്ല, ഒരു എമൗണ്ട് റിസീവ്ഡ്. ഡ്യൂവിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 9,000 ഫോർ 1 ഇയർ എന്നാണ് എസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, എസ്യൂം അല്ല മനസ്സിലാക്കേണ്ടത്, 9,000 ഫോർ 1 ഇയർ. അതായത് 9,000 ഫോർ 1 ഇയർ. ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ 9% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9,000 ആണ്. ഓക്കെ, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ടിന്റെ മേലെ 9% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് 9,000 രൂപ. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 9,000 into 100 divided by 9, that is equal to 1 lakh. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റ് ചെയ്ത പാടന്നെ നമ്മൾ ഒരു ഐറ്റം കൂടി ട്രീറ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യണം. സർ എന്തിനാ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ? മക്കളെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടൂ. കാരണം ഓൾറെഡി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒന്നും പറയുന്നില്ല. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒന്നും എന്തുകൊണ്ടാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒന്നും പറയാത്തത്? ഈ കൊല്ലം വാങ്ങിച്ച ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഈ കൊല്ലം വാങ്ങിച്ച ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പറയും. ഓക്കെ, എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ പോലെ ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും അല്ലെ. ഇനി ഒന്നും പറയുന്നില്ലെങ്കിൽ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ഇൻവെസ്റ്റ്മെന്റ് നോട്ട് 1 lakh rupees ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയിട്ടാണ് ഓരോ ഐറ്റം വായിച്ച് ചെയ്യും. അടുത്ത ഐറ്റം വന്ന് ചാരിറ്റി ഷോ കളക്ഷൻസ്. ചാരിറ്റി ഷോ കളക്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ചാരിറ്റി ഷോ എക്സ്പെൻസും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചാരിറ്റി ഷോ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്നർ കോളത്തിൽ കാണിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 2 ഐറ്റം റിലേറ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ നെറ്റ് ചെയ്തിട്ട് കാണിച്ചാൽ മതി. നിങ്ങൾ ഇന്നർ കോളത്തിൽ കാണിക്കുക, ചാരിറ്റി ഷോ എക്സ്പെൻസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ ട്രീറ്റ് ചെയ്യാം. ഇപ്പം ട്രീറ്റ് ചെയ്യല്ല. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത്, അതായത് നമ്മുടെ റെസീപ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റെസീപ്റ്റ് സൈഡ് കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ സപ്ലൈ, പേയ്മെന്റ് ഫോർ മെഡിസിൻ സപ്ലൈ. മക്കളെ, പേയ്മെന്റ് ഫോർ മെഡിസിൻ സപ്ലൈ എന്ന് പറയുന്നത് പേയ്മെന്റ് മെയ്ഡ് ഫോർ മെഡിസിൻ സപ്ലൈ ആണ്. പേയ്മെന്റ് മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പെൻഡിച്ചർ ആവാൻ നിർബന്ധമില്ല. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് അത് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വർക്കിംഗ് നോട്ട് നമ്പർ 1, മെഡിസിൻ കൺസ്യൂംഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കുന്നത്? മെഡിസിൻ കൺസ്യൂംഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വെയിറ്റ്, നമുക്ക് അത് അവിടെ പെൻഡിങ് വെക്കാം. അത് നമ്മൾ ടിക്ക് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ ടിക്ക് ചെയ്തിട്ടേ പോകും. ഓക്കെ, അത് നമ്മൾ ടിക്ക് ചെയ്തിട്ടില്ല, അത് ഒഴിവാക്കി വെച്ച്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും, ഹോണറേറിയം ടു ഡോക്ടർ. അത് നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഹോണറേറിയം ഡോക്ടറെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. പിന്നെ സാലറി, അതിൽ ഡ്യൂ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? ഫുൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. സൺഡറി എക്സ്പെൻസ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അതും എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് ആണ്. പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്ക് ആവുന്നത്. നമ്മൾ എന്ത് ചെയ്യൂല, ഇവിടെ ട്രീറ്റ് ചെയ്യൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്യുപ്മെന്റ് എന്ന് അവിടെ എഴുതി വെച്ചു. എന്താണെന്ന് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കും, ആയിട്ടില്ല. ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, 2 ഐറ്റംസ് ഇപ്പോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ടിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തെല്ലാന്ന്? പർച്ചേസ് ഓഫ് എക്യുപ്മെന്റും മെഡിസിൻ സപ്ലൈക്ക് പേയ്മെന്റ് നടത്തും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചാരിറ്റി ഷോ എക്സ്പെൻസസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ചാരിറ്റി ഷോ കളക്ഷൻ അതെന്താണ് അവിടെ ക്രെഡിറ്റ് സൈഡിൽ ചെയ്തത്? കാരണം ഇൻകം ആണ് കൂടുതൽ, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യാം. ഔട്ട് ഓഫ് 11,000 rupees. ഓക്കെ, പിന്നെ നമുക്കുള്ള ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 9,000 rupees കാണിക്കാം. മക്കളെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ അടുത്ത് നമുക്ക് വായിക്കേണ്ടത്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്ത് വെച്ചോ. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഐറ്റം 2 വട്ടം ട്രീറ്റ് ചെയ്യണം. അതിപ്പോൾ മനസ്സിലാക്കണം, കാരണം അതിന് ജേർണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഐറ്റം ഉള്ളത് സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആണ്.
ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടാവും, കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ആണ്. എങ്ങനെ അസറ്റ് സർ? ഔട്ട്സ്റ്റാൻഡിംഗ് പറഞ്ഞ അസറ്റ് ആണോ, ലയബിലിറ്റി അല്ലേ? അല്ലല്ല. ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അത് അസറ്റ് ആണ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അത് ലയബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 2200 എന്ന് നമ്മൾ കാണിക്കാം. സോറി ടിക്കറ്റ് അത് തെറ്റിപ്പോയിട്ടുണ്ട്. ഫാമിലി 2200 ആണ് ക്ലോസിംഗ്. ഓക്കെ, അതായത് ഓപ്പണിംഗ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കട്ട് ചെയ്യണം. അതായത് 1500 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വട്ടം ട്രീറ്റ് ചെയ്തു. ഒന്ന് മൈനസ് ചെയ്തു, പിന്നെ ഒന്ന് എന്ത് ചെയ്ത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് കാണിച്ചു. 2200 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഈ കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷെ അത് നമ്മുടെ ഈ കൊല്ലത്തെ ഇൻകം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടാവില്ല, കാരണം കിട്ടാത്ത എമൗണ്ട് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. എന്നിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അത് ഈ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻസിന്റെ ഭാഗമായിട്ട് കാണൂല. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ അതിന്റെ ചെയ്യണം ലയബിലിറ്റി സൈഡ് ക്ലോസിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്. ഇനി ഈ കൊല്ലം നമുക്ക് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻസിന്റെ എമൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, കാരണം ഈ കൊല്ലം കിട്ടിയ എമൗണ്ട് അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് ലയബിലിറ്റി ആയിട്ടും ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ 4 അഡ്ജസ്റ്റ്മെന്റ്സ് ഞാൻ പറയുന്നത് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് മെഡിസിനാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് ഓഫ് മെഡിസിൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെഡിസിൻ സ്റ്റോക്ക് ഓഫ് മെഡിസിൻ ആവാം, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആവാം, വാട്ട് എവർ മേ ബി. എന്താന്ന് വെച്ചാൽ ക്ലബുകളിൽ മെഡിസിൻ ഉണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ ക്ലബിൽ നിന്ന് ചിലപ്പോൾ ഷട്ടിൽ ബാറ്റിലും കളിക്കുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റർ ഒട്ടിക്കണം, ചിലപ്പോൾ ചില ആൾക്കാർ വീണ് കഴിഞ്ഞാൽ വെറുതെ ആരും പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കൂല. അതേപോലെ ചെറിയ മെഡിസിൻസിന്റെ എന്ത് ചെയ്യും, സ്റ്റോക്സ് ഉണ്ടാവും. ഓക്കെ, അതുണ്ടെങ്കിൽ അതിന്റെ കൺസ്യൂമർ അത് ഫ്രീ ആയിട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ എത്രയാണോ കൺസ്യൂം ചെയ്തത് അത് മാത്രം എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്തത് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നിട്ടൊരു ഹെഡിങ് കൊടുത്തത്, അതിന് ബുക്കിംഗ് നമ്പർ 1 എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, മെറ്റീരിയൽ കൺസ്യൂംഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ പ്ലസ് പർച്ചേസ് ഓഫ് മെഡിസിൻ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ. നമുക്ക് എന്ത് കിട്ടും, മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഓക്കെ, അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ 10,000 നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ 10,000 നമ്മൾ ഇവിടെ കാണിക്കണം, 2 വട്ടം ട്രീറ്റ് ചെയ്യണ്ടേ. രണ്ടാമത്തത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് 10,000 ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ പെർച്ചേസ് നമുക്ക് തന്നിട്ടില്ല. മക്കളെ മനസ്സിലാക്കിയോ, പെർച്ചേസ് തന്നിട്ടില്ല, അത് പെൻഡിങ് വെക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 15,000, അത് നമ്മൾ മൈനസ് ചെയ്യുക. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുക, അത് കാണിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ. ഓക്കെ, എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ മക്കളെ ഡൗട്ട് ആവണ്ട, എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്ററിന്റെ വേറെ പേരാണത്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചാന്നില്ല, ക്രെഡിറ്റർ അക്കൗണ്ട് 4 ഐറ്റംസ് ആ വരാം. 4 ഐറ്റത്തിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഒന്നെങ്കിൽ എമൗണ്ട് പേ ടു ക്രെഡിറ്റർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എമൗണ്ട് പേ ടു ക്രെഡിറ്റർ വരെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ തരാത്തത്, പർച്ചേസാ തരാത്തത്. ഓക്കെ, ശ്രദ്ധിക്കും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 9,000 റുപ്പീസ്, അതായത് എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വട്ടം അവിടെ ട്രീറ്റ് ചെയ്യും, അടുത്ത് എവിടെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ. ഓക്കെ, അത്ര എമൗണ്ട് 9,000 റുപ്പീസ്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും എമൗണ്ട് ഡ്യൂ ഫോർ മെഡിസിൻ സപ്ലൈ. എത്ര എമൗണ്ട്, 13,000. ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്നത്, ആ വർക്കിംഗ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് നോട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു എല്ലാവരും. 9,000 ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് 13,000 തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് പേയ്മെന്റ് ഫോർ മെഡിസിൻ സപ്ലൈ തന്നിട്ടുണ്ട്. അതായത് മെഡിസിൻ സപ്ലൈ ചെയ്യുന്നവർക്ക് പേയ്മെന്റ് നടത്തിയത്. അതിന്റെ ജേർണൽ എൻട്രി എന്താ,
amount due for medicine supply account up to cash അല്ലെങ്കിൽ creditors account up to cash മക്കളെ അതാണ് എന്ത് 30,000. നിങ്ങളോട് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇത് ഇപ്പൊ ട്രീറ്റ് ചെയ്ത്. ഓക്കെ, നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ 43,000 കിട്ടും. ബാലൻസിങ് ഫിഗർ എന്ത് കിട്ടും? പർച്ചേസ് 34,000 കിട്ടും. ആ 34,000 നിങ്ങൾ കാണിക്കണം. 34,000 ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും? മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അതായത് 44,000 15,000 പോയി കഴിഞ്ഞാൽ 29,000. ഈ 29,000 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഈ 29,000 നമ്മൾ ചെയ്യണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണിക്കണം. മക്കൾ ചെയ്തോട്ടെ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എക്യുപ്മെന്റ് ആണ്. നിങ്ങൾ നോക്കിയാട്ടെ, 21,000 രൂപന്റെ അസറ്റ് ക്ലോസിംഗ് ബാലൻസ് 30,000 ആയി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ 21,000 പ്ലസ് 15,000 വാങ്ങിച്ചത് നിങ്ങൾ നോക്കിയാൽ എക്യുപ്മെന്റ് പർച്ചേസ് 15,000 ഉണ്ട്. ശരിക്കും വേണ്ട 36,000. ഇപ്പൊ എത്രയേ ഉള്ളൂ? 30,000. അതായത് അവിടെയും വർക്കിംഗ് നോട്ട് വേണം. ഓക്കെ, അവിടെയും വർക്കിംഗ് നോട്ട് വേണം. നമ്മൾ എന്ത് ചെയ്യുക? വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് എക്യുപ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, എക്യുപ്മെന്റ് അക്കൗണ്ട്. ഇതൊന്നും വർക്കിംഗ് നോട്ട് നിർബന്ധമില്ല മക്കളെ. നിങ്ങൾ ഇപ്പൊ ഞാൻ എല്ലാം പഠിപ്പിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് മാറ്റി പഠിച്ചാൽ മതി. എക്യുപ്മെന്റ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് 21,000 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? 21,000 കാണിക്കുക. ടു പർച്ചേസ് ടു ക്യാഷ് എന്ന് പറഞ്ഞത് ബ്രാക്കറ്റ് പർച്ചേസ് കാണിക്കുക. എത്രയാണ്? നമ്മുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട് 15,000 രൂപ. ബൈ വാട്ട് എവർ അവിടെ ഒന്നും ചെയ്യണ്ട. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ, എത്ര എമൗണ്ട്? ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 30,000 rupees. എത്രയാണ്? 30,000 rupees. നിങ്ങൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 36,000 ആണ് ടോട്ടൽ വരുന്നത്. ഇവിടെയും 36,000. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയും. ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റംസ് ആണ് വരുന്നത്, സെയിൽസ് ഓർ ഡിപ്രീസിയേഷൻ. സെയിൽസ് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയും. സെയിൽസ് എന്ന് പറയാത്തതുകൊണ്ട് ഇത് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. എത്ര എമൗണ്ട്? 6,000 rupees. എത്രയാണ്? 6,000 rupees. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ട്രീറ്റ് ചെയ്തില്ല. ഒന്നും ഒരു വട്ടം വരെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഓക്കെ, ബാലൻസ് ഷീറ്റ് എടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 21,000 ട്രീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എത്രയാണ്? 30,000. ഓക്കെ, 30,000. പിന്നെ അതേപോലെ എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എക്യുപ്മെന്റിന് 6,000 rupees കാണിക്കാം. വർക്കിംഗ് നോട്ട് 3. ഇനി ബിൽഡിങ്ങിന്റെ വർക്കിംഗ് നോട്ട് ഒന്നും ഉണ്ടാക്കേണ്ട. ഡിപ്രീസിയേഷൻ നിങ്ങൾ നോക്കിയാട്ടെ, 50,000 അസറ്റിന്റെ വാല്യൂ 48,000. അതായത് കുറയണമെങ്കിൽ എന്തായിരിക്കും കാരണം? സെയിൽ ഓർ ഡിപ്രീസിയേഷൻ. പെർച്ചേസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് പെർച്ചേസ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, സെയിൽ ഓർ ഡിപ്രീസിയേഷൻ. സെയിലിനെ കുറിച്ച് എനിക്ക് പറയുന്നില്ല, ഇല്ല. അതുകൊണ്ട് അതും ഇഗ്നോർ ചെയ്ത് നമ്മൾ എന്തായാലും ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്ത് എത്ര എമൗണ്ട് ഡിപ്രീസിയേഷൻ? 2,000 rupees. സർ ഇതെങ്ങനെ കിട്ടിയേ? അത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ ഒഴിവാക്കി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്താ? ബാലൻസ് ഷീറ്റ് കാണിക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 48,000, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 50,000. ഓക്കെ, 50,000. ഇപ്പൊ ഞാൻ 100% ഈ പ്രോബ്ലം ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ വാട്ട് എവർ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, 1 lakh പ്ലസ് 8,000 പ്ലസ് 1,500 പ്ലസ് 31,000 പ്ലസ് 50,000. ഓക്കെ, ടോട്ടൽ കിട്ടുന്നത് 1,90,500. 1,90,500. ഓക്കെ, പിന്നെ ഇവിടെ ടോട്ടൽ ഓട്ടോമാറ്റിക് എന്ത് കിട്ടണം? 1,90,500. ബാലൻസിംഗ് ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയും. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 1,90,500 മൈനസ് 9,000 മൈനസ് 1,200 that is equal to 1,80,300. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഫണ്ട് എത്രയാ? ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാ? 1,80,300. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം. 50,000 മൈനസ് 1,500 പ്ലസ് 2,200 പ്ലസ് 1,200 മൈനസ് 700 that is equal to 51,200. അതിന്റെ കൂടെ 15,000 ആഡ് ചെയ്യുക, 9,000 ആഡ് ചെയ്യുക, 11,000 ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും 86,200.
എനിക്ക് തോന്നുന്നു സർപ്ലസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് സൈഡിൽ കൂടുതലായി എന്ന് വിചാരിക്കുന്നത്. ചിലപ്പം കുറവായിരിക്കും, ശ്രദ്ധിക്കണം. 39,000 മൈനസ് ചെയ്യാം, 28,000 മൈനസ് ചെയ്യാം, 9,000 മൈനസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സർപ്ലസ് കിട്ടും 10,000. സർപ്ലസ് കിട്ടും എത്രയാണ്? 10,200. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതാണ് 10,200. ആഡ് സർപ്ലസ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് മൈനസ് ചെയ്യണം. 10,200. Then you will get 1,80,300 plus 10,200, 1,90,500. Okay, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. 1,90,500 plus 100 plus 13,000. 2,04,200. 1,09,000 plus 2,200 plus 15,000 plus 30,000 plus 48,000. That is equal to 2,04,200. Balance sheet added. Okay, ഇതിന് നമ്മൾ ഇപ്പം മനസ്സിലാക്കുക, ഇതാണ് കോൺസെപ്റ്റിന്റെ പവർ. ഇത് നമ്മളാദ്യം പവർ അല്ല, ഇത് കോൺസെപ്റ്റിന്റെ പവർ. നമ്മൾ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഇങ്ങനെ മൂവ് ചെയ്യും. ചില കാര്യങ്ങൾ കണ്ടതിന് നമുക്ക് ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യാം. അത് നമ്മൾ പ്രാക്ടീസ് കൊണ്ട് മാത്രം പഠിക്കുന്ന കാര്യം.